ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി. എൻ്റെ പേര് നിമ്മി വർഗീസ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് OET പരീക്ഷ 10 തവണ എഴുതി. ആദ്യത്തെ 3ാമത്തെ തവണ തന്നെ എനിക്ക് സബ്ജക്റ്റുകൾ കിട്ടിയെങ്കിലും സ്പീക്കിങ്ങിന് മാത്രം 340 എല്ലാ വട്ടവും കിട്ടാറ്. ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം എക്സാം എഴുതാൻ തുടങ്ങി. 7 തവണ വീണ്ടും എഴുതി. 10 തവണ എഴുതിയിട്ടും സ്പീക്കിങ്ങിന് 340 തന്നെ വന്നു നിന്നു. എൻ്റെ ആദ്യത്തെ സ്കോറ് വാലിഡ് അല്ലാതായി. ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധനയാലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യത്തെ ഉടമ്പടിയുടെ സമയത്ത് നിബന്ധനകളൊന്നും ശരിയായി പാലിച്ചിരുന്നില്ല. ഞാൻ എക്സാം എഴുതി. എക്സാമിൽ വീണ്ടും 340 തന്നെ വന്നു നിന്നു. എനിക്ക് വളരെ നിരാശയായി. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഉടമ്പടിയിൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. ഞാൻ വീണ്ടും ഉടമ്പടി നന്നായി ചെയ്യാൻ തുടങ്ങി. ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് മറക്കാനും അതൊന്നും എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്ന വലിയ കാര്യങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കാനും തുടങ്ങി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പിന്നീട് ഉടമ്പടിയിൽ ജീവിച്ചിരുന്നത്. എനിക്ക് ഈശോയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ ജീവിച്ചിരുന്നത്. എങ്കിലും ഞാൻ 2 എക്സാമിന് ഒന്നിച്ച് ഡേറ്റ് എടുത്തിരുന്നു. ഞാനതിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. ആദ്യത്തെ എക്സാമിൽ സ്പീക്കിങ്ങിൽ എനിക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കിട്ടിയത്. അതിന് ഞാൻ നന്നായി സ്പീക്കിങ്ങിൽ സംസാരിച്ചു. വളരെ കോൺഫിഡൻറ്റോടെ സംസാരിക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പും ഞാൻ കൊണ്ടുപോയിരുന്നു. അതെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ എക്സാം കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ 2ാമത്തെ എക്സാം എനിക്ക് എഴുതേണ്ടതുണ്ട്. അങ്ങനെ 2ാമത്തെ എക്സാമിന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ എക്സാം എനിക്ക് കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. 2ാമത്തെ എക്സാം ഞാൻ എഴുതി. 2ാമത്തെ എക്സാമിൽ സ്പീക്കിങ്ങിന് എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആയിരുന്നു, അറിയാവുന്ന ടോപ്പിക്കായിരുന്നു പോലും എനിക്ക് നന്നായി പറയാനോ ഒരു വാക്ക് പോലും നന്നായി സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. അത് കിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ എക്സാമിനെല്ലാം കൊണ്ടുപോയിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പൂശിയിരുന്നു. കാശ് രൂപം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയിരുന്നത്. ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ വിതറിയിരുന്നു. 2ാമത്തെ എക്സാം എനിക്ക് കിട്ടില്ലെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അതിനാൽ ആദ്യത്തെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ നോക്കി. അതിൽ 340 തന്നെ കിട്ടി. ഞാൻ വളരെ നിരാശയായി. പിന്നെ ഞാൻ എക്സാമിനെ പറ്റി ചിന്തിച്ചില്ല. 2ാമത്തെ റിസൾട്ട് കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ കൂട്ടുകാരാണ് എപ്പോഴും റിസൾട്ട് വരുമ്പോൾ എന്നോട് വിളിച്ച് പറയാറ്. 2ാമത്തെ റിസൾട്ട് വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ അകത്ത് തന്നെ ഞങ്ങൾക്ക് ചാപ്പലുണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റിസൾട്ട് വന്നതറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ചാപ്പലിലേക്ക് പോയി. അവിടെ മുട്ടുകുത്തി നിന്ന് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ റിസൾട്ട് തുറന്നു. 340 7 വട്ടവും കിട്ടിയ എനിക്ക് 380 ഒന്നും പറയാത്ത ഒരു എക്സാമിന് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തളർന്നിരുന്നു പോയി. എനിക്ക് അമ്മയുടെ ഒരു സാക്ഷ്യം പറയണമെന്ന് മാത്രമേ ഞാൻ പിന്നീട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വളരെ സന്തോഷമായി. എനിക്ക് പിന്നീട് അങ്ങ് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂട്ടുകാർ മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖാന്തരം ഞാൻ അറിഞ്ഞു ന്യൂസിലാൻഡിലേക്കുള്ള നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ക്ലോസ് ആയേക്കാണ്. ജോലി അവിടെ ആർക്കും കിട്ടുന്നില്ല, എല്ലാവരും തിരിച്ചു വരുവാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വീണ്ടും നിരാശയിൽ. എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ അമ്മയുടെ അത്ഭുതം എങ്ങനെയാണെന്ന് ധൈര്യത്തോടെ നിന്ന് പറയാനുള്ള ഒരു സാക്ഷ്യം എനിക്ക് കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ന്യൂസിലാൻഡിൽ പോയി. എനിക്ക് അവിടെ ഒരു എക്സാം എഴുതണമായിരുന്നു. ഞാനവിടെ എക്സാം എഴുതി ധൈര്യത്തോടെ. അതിനു മുമ്പ് എക്സാമിനെല്ലാം പേടിയോടെ കണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ എക്സാം എല്ലാം പാസ്സാവുകയും എല്ലാം ധൈര്യത്തോടെ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. ഞാൻ എക്സാം കഴിഞ്ഞു. നാട്ടിൽ തിരിച്ചു വന്നു. ജോലിക്ക് അപേക്ഷിക്കാൻ തുടങ്ങി. 500ഓളം ആപ്ലിക്കേഷൻസ് ഞാൻ അപേക്ഷിച്ചു. ഒന്നിനും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. എല്ലാം റിജക്ഷൻ മാത്രം കിട്ടി.
അറിയില്ലാത്ത ആളുകളോട് പോലും വിളിച്ച് സഹായങ്ങൾ ചോദിച്ചു. ഞാൻ സഹായം ചോദിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അമ്മ തന്ന റിസൾട്ടാണ്, അമ്മ തന്നെ എനിക്കിതിനൊരു മാർഗം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആരോടും അപേക്ഷിക്കില്ല, ഞാൻ ആരോടും സഹായം അഭ്യർത്ഥിക്കില്ല എന്നുള്ളത്. അതും കൂടെ എന്നെ എളിമപ്പെടുത്താൻ അമ്മ ഇതിലൂടെ സാധിച്ചു. ഞാൻ സഹായം ചോദിച്ചുവെങ്കിലും ആരും ചെയ്തവരുണ്ട്, പക്ഷേ പലരുടെയും മുഖങ്ങൾ എനിക്ക് അതിലൂടെ മനസ്സിലായി. അമ്മ മാത്രമാണ് എന്നെ സഹായിച്ചത്. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ജാനുവരി 29, 2025 ജാനുവരി 29 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയുടെ ഡേറ്റ് ഫെബ്രുവരി 6 ആ ദിവസം എനിക്ക് 3 ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് 5 ദിവസത്തിന് ശേഷം എനിക്ക് പുതിയ 3 ഇൻ്റർവ്യൂ കോൾസ് വന്നു. അതിലെല്ലാം സ്പോൺസർഷിപ്പ് ഞാൻ നോക്കിയിരുന്നു, പക്ഷേ 3ലും സ്പോൺസർഷിപ്പ് ഇല്ലാത്തതായിരുന്നു വന്നിരുന്നത്. അതിലാദ്യത്തെ തന്നെ അവർ തന്നെ റിജക്റ്റാക്കി. 2 ഉണ്ടായിരുന്നു. അതിലും ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല. അതിൽ അവർ ആപ്ലിക്കേഷനിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഇല്ലാത്തതാണെന്ന്. ഞാൻ എന്നാലും അവരെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എലിജിബിൾ അല്ല, എനിക്ക് വിസ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾക്ക് വിസയില്ലെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനതിൽ പാസ്സായി. ഞാനൊരിക്കലും അമ്മയോട് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന്. എന്ന് വെച്ചാൽ അത് ഒരു അത്യാഗ്രഹമായി പോകുമെന്ന് എനിക്ക് തോന്നി. ഏതെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഏജ്ഡ് കെയറിലാണ് എല്ലാവർക്കും ജോലി കിട്ടിയിരുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലൈ ചെയ്തതെല്ലാം ഏജ്ഡ് കെയറിലായിരുന്നു. പക്ഷേ ഞാൻ എമർജൻസിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് ഗവൺമെൻറ്റിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി തന്നു. അടുത്ത മാസം എനിക്ക് പോവാൻ വിസ വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ പേഷ്യൻസ് അല്ലാതെ ബാക്കിയുള്ളവർക്കും സഹായം ചെയ്യുകയും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം കൊടുക്കുകയും പിന്നെ നാലാവത് വിധം പൈസയാലും ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുർബാന എന്നുള്ളത് ഞായറാഴ്ചകളിൽ മാത്രം പറ്റിയാൽ കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാന കൂടിയില്ലെങ്കിൽ ഒരു ഉറക്കം വരാത്ത ഒരവസ്ഥയിലേക്ക് എനിക്ക് മാറിയിരിക്കുന്നു. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇനിയും ചെല്ലുന്ന സ്ഥലത്ത് എന്നും കുർബാന കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമേ എന്ന്. മനസ്സിൽ ഒത്തിരി ആളുകളോട് ക്ഷമിക്കാൻ കഴിയില്ലാതെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കാനും ദേഷ്യം കുറയ്ക്കാനും എല്ലാം ഉടമ്പടിയിലൂടെ സാധിച്ചു. പത്രം ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി എല്ലാവരോടും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറ്. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 2 തിമോത്തിയോസ് 1:7 ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നിമി വർഗീസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മരിയൻ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജോസഫ് അച്ഛൻ നമ്മളോട് ആദ്യം പറയുന്ന വാചകമാണ് മെറിറ്റിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അച്ഛൻ നമ്മുടെ മനസ്സിലേക്ക് ആത്മാവിലേക്ക് ഇറക്കി തരുന്ന ആദ്യത്തെ ഒരു ബോധ്യം അതാണ്. നിങ്ങൾ ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നത്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ സാധ്യതകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടമായി, മൈനസായി, സീറോയായി തീരുമ്പോൾ ദൈവം ഇടപെടുമെന്ന് ആഗ്രഹത്തോടെ നിങ്ങൾക്ക് ജീവിതം കൊടുത്ത് വിശ്വസിക്കുവാൻ സാധിച്ചാൽ ആ ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമെന്ന് മക്കൾ അതാണ് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്.
അവരുടെ മെറിറ്റ് മുഴുവനും സ്ഥിരയാകുമ്പോൾ ജീവിതത്തെ പൂർണ്ണമായും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഇനി അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഈ ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിക്കുകയും ചെയ്തപ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ പോലും തോക്കുമെന്ന് കരുതിയ പരീക്ഷയിൽ എൻ്റെ അമ്മ മാതാവ് 380 മാർക്ക് നൽകി, മികച്ച മാർക്ക് നൽകി. എനിക്ക് വിദേശത്തേക്ക് ന്യൂസിലൻഡിൽ പോകുവാനുള്ള സ്കോറിലേക്ക് എന്നെ അമ്മ നയിച്ചുവെന്ന. ഇത് മെറിറ്റിലല്ല, ഇത് ഗ്രേസിൽ മാത്രം അമ്മ നൽകുന്ന അനുഗ്രഹമെന്ന് മകൾ ഏറ്റുപറയുകയാണ്. ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നത് അതൊരു 50-50 പ്രോഗ്രാം അല്ല. പരിശ്രമിച്ചു നോക്കാം, ഒരുപക്ഷെ കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ ദൈവം തരുമായിരിക്കും. അതല്ല, ഇത് പൂർണ്ണമായും 100% ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കുക. ഒരിക്കലും ഇനി ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് പറയുന്ന അബ്രഹാത്തിന് ദൈവം കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ദൈവകൃപയിൽ കൊടുക്കുന്നുവെന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഹന്നയ്ക്ക് സാമുവേലിനെ കൊടുക്കുമ്പോൾ ദൈവകൃപയിൽ കൊടുക്കുന്നുവെന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പേരാണ് കൃപയെന്നത്. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നതായി മാറുമ്പോൾ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപയിലുള്ള അനുഗ്രഹമെന്നത്. മകൾ അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. മകൾ പറയുന്നുണ്ട്, എനിക്ക് OET വിജയിച്ചപ്പോൾ അമ്മയുടെ അരികിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഒത്തിരി സന്തോഷം തോന്നി. പക്ഷെ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ലല്ലോ. എവിടെയാണ് ജോലി, എവിടെയാണ് തുടർ പഠനം, അതിനുള്ള വഴി എങ്ങനെ തുറന്നു കിട്ടും? ന്യൂസിലൻഡിലെ സാധ്യതകളൊക്കെ അടയുന്നു, ഇനി കിട്ടത്തില്ലെന്ന് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും അമ്മ തന്ന വിജയത്തിന് അമ്മയൊരുക്കുന്ന വഴിയുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. അമ്മ തരുന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ ഒരുക്കിത്തരുന്ന പുതിയ വഴികളുണ്ട്, പുതിയ ജീവിതമുണ്ട്, പുതിയ സംരക്ഷണമുണ്ട്. അതിലേക്കാണ് മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവ് തന്നെ വഴിയൊരുക്കുവാൻ വേണ്ടി. അമ്മ വഴിയൊരുക്കുമ്പോഴും നമ്മുടെ സഹകരണം എപ്പോഴും അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് മകൾ പറഞ്ഞത്. ഞാൻ 500 ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാനിങ്ങനെ പേപ്പറുകൾ അയച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്ന് 3 വന്നു, 1 വീണ്ടും അവർ റിജക്റ്റ് ചെയ്തു, 2 വന്നു. എനിക്കതിൽ സ്പോൺസർഷിപ്പ് ഇല്ലെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്കുള്ള കുറവുകൾ ഞാൻ അവരോട് അറിയിച്ചു. എങ്കിലും അവരെന്നെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തി. ഞാൻ ആഗ്രഹിച്ചത് ന്യൂസിലൻഡ്, അമ്മ എനിക്കൊരുക്കി തന്ന് എന്നെ അടുത്ത ദിവസം അയക്കുന്നത് ഓസ്ട്രേലിയയിലേക്ക്. അമ്മയുടെ കരങ്ങളിലാണോ നിങ്ങൾ നിയോഗം കൊടുക്കുന്നത്? അമ്മയ്ക്കറിയാം ഏത് വഴിയിൽ കൂടുതൽ സുരക്ഷിതമായി കൂടുതൽ അനുഗ്രഹമുള്ള ഇടത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും എത്തിച്ചേർക്കണമെന്ന്. അതിന് അമ്മ തന്നെ പദ്ധതിയൊരുക്കും, അമ്മ തന്നെ വിജയം നൽകും, അമ്മ തന്നെ വഴിതെളിക്കും. അമ്മ കൃത്യസമയത്ത് എല്ലാ തടസ്സങ്ങളും എല്ലാ കുറവുകളും നീക്കി ദൈവകൃപയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് ബോധ്യപ്പെടുത്തി തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച ഈ സന്തോഷത്തിനും അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.